ഒരു ജീവിതാനുഭവം പറയാണ്. ജീവിതകഥ കേൾക്കാൻ എല്ലാവരും തയ്യാറല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും കേൾക്കാട്ടോ. നിങ്ങളുടെയൊക്കെ ലൈഫുമായിട്ട് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാം. ഞാൻ വേഗം പറയാണ്. നമസ്കാരം ശ്രീകാന്ത് സാർ. ഞാൻ പത്തനംതിട്ട അടൂരിലാണ് വീട്. കണ്ണനോടുള്ള സ്നേഹം ഉള്ളിൽ തോന്നിയത് ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ്. അന്ന് തുടങ്ങിയ ശ്രീ ഗുരുവായൂരപ്പൻ ചിപ്പിച്ചേച്ചിയുടെ സീരിയലാണ് ഒന്നുകൂടെ കണ്ണനോടുള്ള സ്നേഹം കൂട്ടിയെ. അന്നു മുതൽ കണ്ണൻ മനസ്സിൽ ജനിച്ച ആദ്യ മകനെ പോലെയായി തുടങ്ങിയിട്ടോ. ഒരു കർഷക കുടുംബത്തിൽ എല്ലാവരുടെയും പൊന്നുമോളായി ഒറ്റമകളായി ജനിച്ച ഞാൻ ഈശ്വര വിശ്വാസത്തിൽ വീട്ടുകാരെ ഒന്നിലും വേദനിപ്പിക്കാതെ അവരുടെ ഇഷ്ടത്തിൽ മാത്രം ജീവിച്ചു വന്നു. എൻ്റെ എല്ലാ ആഗ്രഹവും അവരുടെ പരിധിക്ക് അപ്പുറം എൻ്റെ അച്ഛനും അമ്മയേക്കാൾ കൂടുതൽ എൻ്റെ അമ്മാവനും അമ്മായിയും അപ്പൂപ്പനും അമ്മൂമ്മയും സാധിച്ചു തന്ന് വളർത്തി. അമ്മാവന് ഒരേയൊരു മകനുണ്ട്, എൻ്റെ കുട്ടൂസ്. എൻ്റെ 11 വയസ്സിലാണ് കുട്ടി ഉണ്ടാവുന്നത്. എന്നാലും എല്ലാവരുടെയും രാജകുമാരി ഞാൻ തന്നെയായിരുന്നു. ആരെയും വേദനിപ്പിക്കാതെ എല്ലാം ഒരു പേടിയോടെ മാത്രം ജീവിച്ചു വന്ന എനിക്ക് 20ാമത്തെ വയസ്സിൽ ഡിഗ്രിക്ക് പഠിക്കുന്ന ലാസ്റ്റ് വർഷം കല്യാണാലോചന വന്നു. ആദ്യമായി വന്ന ഏറ്റവും നല്ല ആലോചന. സൗന്ദര്യം കുറവാണേലും എല്ലാവരുടെയും ഇഷ്ടാനുസരിച്ച് ഞാൻ അതിന് സമ്മതിച്ചു. ആ ആളിൻ്റെ പേര് ഉള്ളിൽ തറയ്ക്കുന്ന ഒന്നായിരുന്നു. അത് ഞാൻ ഇവിടെ വെളിപ്പെടുത്തുന്നില്ല, ക്ഷമിക്കണം. എല്ലാവരും അതിന് നിശ്ചയം കഴിഞ്ഞു. മാനസികമായ ഒരുപാട് വിഷമതകൾ ആ ആളിൽ നിന്നും എനിക്ക് നേരിട്ടു. ഒരു സാധാരണ കുടുംബത്തിൽ നിന്നും പെണ്ണെടുക്കാൻ 24ാം വയസ്സിൽ 1.5 ലക്ഷം സാലറി വാങ്ങുന്ന ആളിനെ എന്തോ പോലെ എന്നോട് തുറന്നു പറഞ്ഞു. എന്നെ പ്രാണനായി കാണുന്ന എൻ്റെ മാമനും മാമിയും എൻ്റെ വീട്ടിൽ നിന്ന് മാറണം, അങ്ങനെ പല ഡിമാൻഡ് വെച്ചു എന്നോട്. അങ്ങനെ കുറേ കാരണത്താൽ വിഷമിച്ച് ആരോടും ഒന്നും തുറന്നു പറയാൻ പറ്റാതെ ഞാൻ വിങ്ങി 3 മാസം മുന്നോട്ട് പോയി. അവരെ ഒന്നും എനിക്ക് ഒന്നിനു വേണ്ടിയും മാറ്റി നിർത്താൻ പറ്റില്ല. അതെൻ്റെ കണ്ണൻ കണ്ടു. ഞാനല്ലാത്ത കാരണത്താൽ ആ കല്യാണം മുടങ്ങി. എൻ്റെ അവസാന വർഷത്തെ പരീക്ഷയിൽ 5 എണ്ണം കോടതിയും കേസുമായി പോയി. ക്ലാസ്സിലിരുന്ന് ഓർമ്മയിൽ എഴുതി ലാസ്റ്റ് ഒരെണ്ണമെങ്കിലും പഠിച്ചെഴുതണമെന്ന് എല്ലാം കഴിഞ്ഞപ്പോൾ വിചാരിച്ചുട്ടോ. അവിടെയും വലിയൊരു പനി എന്നെ തകർത്തു. ആ പരീക്ഷയും പോയി. 3 മണിക്കൂറുള്ള പരീക്ഷ 3/4 മണിക്കൂർ എഴുതി ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റായി. പഠിത്തവും പോയി, ജീവിതവും പോയി. എല്ലാവരെയും കാണുമ്പോഴുള്ള വിഷമം വേറെ. 2015 മെയ് 27 അന്ന് എൻ്റെ പിറന്നാൾ. വൈകിട്ട് റിസൾട്ട് വന്നു. കൂട്ടുകാരി വിളിച്ചു. റിസൾട്ട് വന്നു എന്ന് പറഞ്ഞു. ഞാൻ അവളോട് തിരക്കി, എല്ലാ വിഷയവും പോയില്ലേ? കൂട്ടുകാർക്കും എൻ്റെ സാഹചര്യം അറിയാമായിരുന്നല്ലോ. അതാണ് അറിഞ്ഞ ഒട്ടെന്നെ വിളിച്ച്. അവൾ പറഞ്ഞു, ഇല്ലടി, നീ പാസ്സായി. അവിടെ കണ്ണൻ അത്ഭുതം കാട്ടിട്ടോ. ലാസ്റ്റ് നിമിഷം ഫസ്റ്റ് ക്ലാസ്സോടെ ഡിഗ്രി പൂർത്തിയാക്കി PGക്ക് ചേർന്നു. അങ്ങനെ വീണ്ടും പഴയ നിശ്ചയം നടന്ന അതേ ദിവസം എൻ്റെ ഏട്ടനുമായുള്ള നിശ്ചയം നടന്നു. മോനിഷേട്ടൻ. കുറേയൊക്കെ പ്രശ്നം പുള്ളിക്ക് അറിയാമായിരുന്നാലും ഞാനില്ലാതെ എൻ്റെ ഭർത്താവ് വെറും പൂജ്യമാണെന്ന് എനിക്കറിയാം, അന്നും ഇന്നും. അങ്ങനെ 1 വർഷത്തിന് ശേഷം മകനെ ഗർഭിണിയായി. അതിയായ സന്തോഷം ഉള്ളിൽ, ഒരു ഭയം. ഭഗവാനെ, ഒരു തലവേദന വന്നാൽ വീണു പോകുന്ന ഞാൻ എങ്ങനെയാണ് പ്രസവിക്കുക? എനിക്ക് തലയ്ക്ക് അത്യാവശ്യം അസുഖമൊക്കെ ഉള്ള ഒരാളാണ് ഞാൻ. കണ്ണൻ കാക്കു എന്ന വിശ്വാസത്തിൽ മുന്നോട്ട് പോയി. പ്രസവിക്കാൻ പറ്റില്ല എന്ന് ഞാനായി പറഞ്ഞാൽ എൻ്റെ ശരീരസ്ഥിതി നോക്കുന്നതിന് മുന്നേ അതിലെ ഇപ്പോഴത്തെ പെൺകുട്ടികളുടെ കുറ്റമല്ലേ കണ്ടുപിടിക്കൂ. അങ്ങനെ 8ാം മാസത്തിൽ ഫ്ലൂയിഡ് പോയി. വീട്ടുകാർ തന്നെ ഓപ്പറേഷൻ ചെയ്തു. അമ്മയെയും കുഞ്ഞിനെയും സേഫാക്കാൻ പറഞ്ഞു. അതും കണ്ണൻ്റെ അത്ഭുതം അല്ലാതെ വേറെ എന്ത് പറയാൻ. അങ്ങനെ എൻ്റെ മോൻ സിദ്ധു ഉണ്ടായി. പിന്നീട് മകൾ ആമി. ഗൾഫിൽ ജോലിക്കാരനായ എൻ്റെ ഭർത്താവ് 2022 ജോലി ഉപേക്ഷിച്ച് നാട്ടിൽ വന്നു. കുറ്റം മുഴുവൻ എനിക്ക് അറിയാമല്ലോ. ഗൾഫുകാരൻ നാട്ടിൽ വരുമ്പോൾ ആളുകൾ ആദ്യം ചിന്തിക്കുന്നത് മോശമായാണ് ചിന്തിക്കുന്നത്. വിചാരം ഒതുക്കി വേണം ജീവിക്കാൻ എന്നൊക്കെയുള്ളൂ ആരോപണം. അങ്ങനെയൊക്കെ ആരോപണങ്ങളുണ്ട്. ഭർത്താവിൻ്റെ വീട്ടിലാണ് കൂടുതലായും. ആ സമയം നാട്ടിലൊരു ജോലിയില്ലാതെ വീട് പണിയും പൂർത്തിയായി. കടം കൊണ്ട് പൊറുതി മുട്ടിയിട്ടോ. കടക്കാർ വീട്ടിൽ കയറി വരാൻ തുടങ്ങി. ആ സാഹചര്യത്തിൽ എൻ്റെ വീട്ടിൽ നിന്നും പഠിപ്പിച്ചു. പൈസ പോലും ഇല്ലാതെ ട്രെയിനിങ് ജോലിയും ചെയ്തു. എന്നെയും ഭർത്താവിനെയും ഗൾഫിൽ വിടാൻ എല്ലാം ശരിയാക്കി തന്നു. ചേട്ടൻ ഗൾഫിൽ നിന്നപ്പോൾ ഉള്ള എൻ്റെ ആഗ്രഹം പലപ്പോഴും എനിക്ക് ഉപേക്ഷിക്കേണ്ടി വന്നിട്ടുണ്ട്. ഈ ജന്മം നടക്കുന്നില്ലെന്ന് കരുതി ആ ആഗ്രഹം ഇപ്പോൾ ആവശ്യമായി മാറി. എൻ്റെ വീട്ടിലെയും ഭർത്താവിൻ്റെയും വീട്ടിലെയും കൂടി 40 ലക്ഷം രൂപ കടമുണ്ട്, പലിശ വേറെയും. അങ്ങനെ 2 മക്കളെയും എൻ്റെ വീട്ടിലേൽപ്പിച്ച് നവംബർ 1 ഞങ്ങൾ 2 ആളും ദുബായിലെത്തി. ഒരുപാട് നാളത്തെ പരിശ്രമത്തിന് ശേഷം എൻ്റെ ചേട്ടന് പഴയതിലും സാലറി കൂടുതലുള്ള ജോലി കിട്ടി. ചേട്ടൻ നിന്ന പഴയ കമ്പനിയെ പ്രതീക്ഷിച്ചാണ് അവിടെ വന്നത്. അവരെ ഉപേക്ഷിച്ചു പൂർണ്ണമായും. അപ്പോഴാണ് കണ്ണൻ ചേട്ടൻ ഇപ്പോൾ ജോലി ചെയ്യുന്ന കമ്പനിയുടെ ഓഫർ വന്നത്. ആരുമില്ലാത്തവർക്ക് ദൈവം തുണ എന്നൊക്കെ പറയാറില്ലേ? അതുപോലെ തന്നെ എനിക്ക് കൂടി ജോലി ഉണ്ടെങ്കിലല്ലേ എൻ്റെ വീട്ടിൽ കൊടുക്കാൻ പറ്റൂ. ആദ്യം വിസ തീർന്നു. പുതുക്കി നിന്ന് അതിനും എൻ്റെ വീട്ടിൽ നിന്ന് പൈസ തന്നു. ചേട്ടൻ കയറിയതേയുള്ളൂ. ജോലിയില്ലാതെ പോയാൽ എയർപോർട്ടിൽ ഉള്ളിൽ ഇരിക്കാനേ കഴിയൂ. എന്ത് ചെയ്യും? അങ്ങനെ വിസ തീരുന്ന അവസ്ഥയാകുന്നു. കണ്ണനോട് അലവറിൽ വിളിച്ചു പ്രാർത്ഥിച്ചുട്ടോ. അമ്മ, മാമി, അമ്മൂമ്മ വഴിപാടുമായി നാട്ടിൽ. അങ്ങനെ മാളിൽ പോയി സാധനം വാങ്ങാൻ പോയ എന്നോട് അവിടുത്തെ ജോലിക്കാരൻ അങ്കിൾ, ബാലകൃഷ്ണൻ അങ്കിൾ, സുഖാണോ മോളെ? എന്നോട് ചോദ്യം വെറുതെ. ജോലി കൂടി കിട്ടിയാൽ എന്ന് ഞാനും. എൻ്റെ മോളെ, മുഖമല്ലാതെ എൻ്റെ എല്ലാ കാര്യവും കണ്ണൻ തന്നെ ആ അങ്കിളിനോട് പറയിപ്പിച്ചു. അങ്കിൾ വഴി ജെംസ് സ്കൂളിൽ വർക്ക് ചെയ്യുന്ന ശാന്തി മാഡമായിട്ട് പരിചയപ്പെട്ടു. ബാലൻ അങ്കിൾ ശാന്തി മാഡത്തിന്റെ
ഹസ്ബൻഡ്, അവരുടെ ഫ്രണ്ട് രാജീവ് സാർ, എല്ലാവരും പ്രയത്നിച്ച് എനിക്ക് ജെംസ് സ്കൂളിൽ ജോലിയാക്കി തന്നു. ഗൾഫ് നാട്ടിൽ സ്കൂളിൽ ജോലിക്ക് കയറാനൊന്നുള്ള യോഗ്യത എനിക്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എൻ്റെ മുൻപിൽ കണ്ണൻ വന്ന രൂപങ്ങളാണ് ബാലനങ്കിള്, മാഡം, ഹസ്ബൻഡ്, രാജീവ് സാർ. അവരുടെ ആരുമല്ലാഞ്ഞിട്ടും എന്നെ ചേർത്ത് നിർത്തി എനിക്കൊരു ജോലിയാക്കി തന്നു. ഇന്ന് ഞാൻ അതിൻ്റെ ഓഫർ ലെറ്റർ ഒപ്പിട്ട് കൊടുത്തു. ഇതൊക്കെ കണ്ണൻ്റെ അത്ഭുതം അല്ലാതെ എന്താണ്? എൻ്റെ ജീവിതത്തിലെല്ലാം എവിടേക്കോ വീണു പോകാൻ എന്നെ കണ്ണൻ അനുവദിക്കുന്നില്ല കേട്ടോ. അത് മാത്രം എനിക്കറിയാം. ഇനി ഒരാഗ്രഹമുള്ളൂ, എന്നെ വെറുതെ ഒന്നുമല്ലാതാക്കിയ നാട്ടിൽ നല്ല അഭിമാനത്തോടെ ചെന്നിറങ്ങണം, കണ്ണനെ കൂട്ടുപിടിച്ച്. അതും കണ്ണൻ സാധിച്ചു തരുമെന്ന് 100% വിശ്വാസമുണ്ട്. നീണ്ടുപോയെങ്കിലും ക്ഷമിക്കണം. ഞാൻ പറഞ്ഞില്ലേ, ഓരോ അനുഭവങ്ങളും ഓരോ ജീവിതമാണ്. അങ്ങനെ ഒരു ജീവിതാനുഭവമാണ് നിങ്ങളുമായിട്ട് ഞാനിപ്പോൾ പങ്കുവെച്ചത്. എല്ലാവരും കേട്ടിട്ടുണ്ടാവില്ലേ, ഒരു ദീർഘനിശ്വാസത്തോടെയാണ് നമ്മൾ ചില അനുഭവങ്ങൾ കേൾക്കുക. എന്താ പറയേണ്ടത്? ഒന്നും പറയാനില്ല. എല്ലാവരിലേക്ക് എത്തിക്കുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ വാട്സപ്പ് ഗ്രൂപ്പിൽ വരുന്ന കാര്യം അറിയാമല്ലോ, ജോയിൻ ബട്ടണിലൂടെ വരിക. ഫേസ്ബുക്കിൻ്റെ കമൻറ്റ് ബോക്സിൽ ഡീറ്റെയിൽസ് ഉണ്ടാവും. പിന്നെ കൃഷ്ണവിഗ്രഹങ്ങൾ നമ്മൾ നാരായണിയും ഒക്കെ നമ്മൾ കുറേ ആളുകൾക്ക് സമ്മാനമൊക്കെ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്നു. ഹരേ കൃഷ്ണ.